സൗദിയിൽ വാണിജ്യ രജിസ്ട്രിയും വ്യാപാരനാമ നിയമ ഭേദഗതിയും പ്രാബല്യത്തിൽ വന്നു. പുതിയ നിയമപ്രകാരം വ്യാപാര സ്ഥാപനങ്ങളുടെ വാണിജ്യ രജിസ്ട്രേഷൻ അപ്ഡേറ്റ് ചെയ്തു. സൗദിയിൽ എവിടെയും എത്ര സ്ഥാപനങ്ങൾ തുടങ്ങാനും ഇനി ഒരു രജിസ്ട്രേഷൻ മതി. ഒരു കമ്പനിക്ക് കീഴിലെ ഓരോ ബ്രാഞ്ചിനും പ്രത്യേകം CR ആണ് ഇതുവരെ അനുവദിച്ചിരുന്നത്. പുതിയ നിയമപ്രകാരം കമ്പനിക്ക് എത്ര ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിലും ഒരു CR മതി. ഈ രജിസ്ട്രേഷനിൽ സൗദിയിൽ എവിടെ വേണമെങ്കിലും എത്ര സ്ഥാപനങ്ങളും തുടങ്ങാം. ഓരോ ബ്രാഞ്ചുകൾക്കും നൽകിയിരുന്ന പ്രത്യേക നമ്പരും ഒഴിവാക്കി. ഒരു ഏകീകൃത നമ്പരാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതിനു പുറമെ കമ്പനികൾക്ക് ഇംഗ്ലീഷിൽ മാത്രം പേര് നൽകാനും ഇപ്പോൾ അവസരമുണ്ട്. കൂടാതെ സ്ഥാപനത്തിന്റെ പേര് മറ്റുള്ളവർക്ക് കൈമാറാനും വിൽക്കാനും സാധിക്കുമെന്ന് എമറാൾഡ് ബിസിനസ് മാനേജ്മെന്റ് കൺസൾട്ടന്റ് CEO നാസർ TN പുരം പറഞ്ഞു. യൂണിഫൈഡ് നമ്പർ 7 മുതൽ തുടങ്ങുന്ന നമ്പറാണ് ഇനി CR നമ്പർ. മുമ്പത്തെ പോലെ പല ബ്രാഞ്ചുകൾക്കും പല മന്തക്കൾക്കും വ്യത്യസ്തമായ നമ്പറുകളായിരുന്നു. ഇനി അതില്ല. ഈ ഒറ്റ നമ്പറിൽ ഒറ്റ CR എന്നുള്ളതാണ് പുതിയ അപ്ഡേറ്റ്. മാത്രവുമല്ല, പേര് നമ്മൾക്ക് ഇംഗ്ലീഷിൽ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്ക് എടുക്കാവുന്നതാണ്. പുതിയ നിയമം സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിനായി കഴിഞ്ഞ ഒരാഴ്ച വാണിജ്യ മന്ത്രാലയത്തിന്റെ ഇതുസംബന്ധമായ സേവനങ്ങൾ നിർത്തിവച്ചിരുന്നു. അപ്ഡേഷൻ പൂർത്തിയാക്കി ഇന്നാണ് സേവനങ്ങൾ പുനരാരംഭിച്ചത്. ജലീൽ കണമകലം, 24 ജിദ്ദ. തൊഴിലാളികൾക്ക് സമ്മാനം നൽകി അവിസ്മരണീയമായ ഈദ് ആഘോഷമൊരുക്കി ദുബായ് താമസ കുടിയേറ്റ വകുപ്പ്. ലക്ഷക്കണക്കിന് ദിർഹത്തിന് സമ്മാനങ്ങളാണ് വിതരണം ചെയ്തത്. പരിപാടിയിൽ ബോളിവുഡ് താരങ്ങളും പങ്കെടുത്തു. സാധാരണക്കാരായ തൊഴിലാളികൾക്ക് മനസ്സു നിറയ്ക്കുന്ന മെഗാ ആഘോഷരാവ് ഒരുക്കിയാണ് വകുപ്പ് ശ്രദ്ധേയമായത്. നമുക്ക് ഒരുമിച്ച് ഈദ് ആഘോഷിക്കാമെന്ന പ്രമേയത്തിൽ ദുബായ് അൽക്കൂസിൽ 2 ദിവസങ്ങളിലായാണ് പരിപാടി നടന്നത്. ബോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെ അണിനിരുന്ന പരിപാടിയിൽ വിവിധ രാജ്യക്കാരായ 20,000-ലധികം ആളുകൾ പങ്കെടുത്തു. കാറുകളും സ്വർണ്ണ നാണയങ്ങളും റിട്ടേൺ വിമാന ടിക്കറ്റ് അടക്കം ലക്ഷക്കണക്കിന് ദിർഹത്തിന്റെ സമ്മാനങ്ങളും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. രാജ്യത്തെ പ്രവാസി തൊഴിലാളികളോടുള്ള UAEയുടെ കരുതലിന്റെയും സഹകരണത്തിന്റെയും ഉദാഹരണമാണിതെന്ന് ദുബായിയുടെ വളർച്ചയ്ക്കും വികസനത്തിനും വലിയ സംഭാവന ആദരവർപ്പിക്കുന്നതിന് വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും GDRFA ദുബായ് അസിസ്റ്റന്റ് ഡയറക്ടർ മേജർ ജനറൽ ഉബൈദ് മുഹൈർ ബിൻ സുറൂർ പറഞ്ഞു. ദുബായ് എമിറേറ്റിന്റെ വർക്ക് റെഗുലേഷൻ സെക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ കേണൽ ഒമർ മത്തോർ അൽ മുസൈന അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും പരിപാടിക്ക് നേതൃത്വം നൽകി. 24 ദുബായ്. ഈദ് ദിനത്തിൽ പ്രായമായ എമിറാത്തി പൗരന്മാരെ ആദരിച്ച് ദുബായ് GDRFA മുതിർന്ന പൗരന്മാരുടെ വീടുകളിൽ നേരിട്ടെത്തിയ സമ്മാനങ്ങളും മധുരപലഹാരങ്ങളും വിതരണം ചെയ്താണ് വ്യത്യസ്തമായ ആദരമൊരുക്കിയത്. മുതിർന്ന പൗരന്മാരോടുള്ള സമൂഹത്തിന്റെ കടമയും ഉത്തരവാദിത്വവും ഓർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ വലീഫ് പദ്ധതിയുടെ ഭാഗമായാണ് GDRFA വ്യത്യസ്തമായ ആദരമൊരുക്കിയത്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയുമായി സഹകരിച്ചായിരുന്നു പരിപാടി. ദുബായിലെ 48 മുതിർന്ന പൗരന്മാരുടെ വീടുകളിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ഈദ് സമ്മാനങ്ങളും പരമ്പരാഗത മധുര പലഹാരങ്ങളും നൽകി. ഈദ് മുബാറക്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുള്ളത് വളരെ വിലപ്പെട്ടതാണെന്ന് സ്നേഹം നിറഞ്ഞ വാക്കുകളോടെയാണ് ഓരോ സമ്മാനവും നൽകിയത്. GDRFAയുടെ നടപടി നിറഞ്ഞ മനസ്സോടെയാണ് മുതിർന്ന പൗരന്മാർ സ്വീകരിച്ചത്. ഈ സന്ദർശനം വെറും ഒരു സമ്മാനം നൽകൽ മാത്രമല്ല, അവരുടെ ഏകാന്തതയിൽ താങ്ങായി അവർക്ക് സ്നേഹവും കരുതലും നൽകുന്ന ഒരു അനുഭവമായിരുന്നുവെന്ന് GDRFA ഉദ്യോഗസ്ഥർ പറഞ്ഞു. സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും മനോഹരമായ ഒരു അടയാളമായി പദ്ധതിയെ മാറ്റാനായതിൽ സന്തോഷമുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. അതിനിടെ ഈദ് ദിനത്തിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാർക്ക് പ്രത്യേക സമ്മാനങ്ങളും പാസ്പോർട്ടിൽ ഈദ് ഇൻ ദുബായ് എന്ന പ്രത്യേക സ്റ്റാമ്പും GDRFA പതിച്ചു നൽകി. ഒപ്പം UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ജീവചരിത്രമായ ടു ബി ദ ഫസ്റ്റ് എന്ന പുസ്തകവും യാത്രക്കാർക്ക് GDRFA സമ്മാനിച്ചു. 24 ദുബായ്. ഗൾഫ് മലയാളി ഫെഡറേഷൻ റിയാദ് സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈദ് മെഗാ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഫ്ലവേഴ്സ് ചാനലിലൂടെ ലോക മലയാളികളുടെ മനം കവർന്ന കൊച്ചു ഗായിക മിയ മെഹക് ഉൾപ്പെടെ നിരവധി കലാകാരന്മാർ അവതരിപ്പിച്ച ഗാനസന്ധ്യ കാണികളെ ആവേശത്തിലായിരുന്നു. ഈദാഘോഷത്തോടനുബന്ധിച്ച് റിയാദിലെ മലാസിൽ വെച്ചാണ് പരിപാടി നടന്നത്. നാട്ടിൽ നിന്നെത്തിയ കലാകാരന്മാർ അണിനിരുന്ന ഗാനസന്ധ്യയിൽ ലോക മലയാളികളുടെ മനം കവർന്ന കൊച്ചുഗായിക മിയ മെഹക് ആലപിച്ച ഗാനങ്ങൾ കാണികൾക്ക് ആസ്വാദനത്തിൻ്റെ നവ്യാനുഭവം സമ്മാനിച്ചു. സോഷ്യൽ മീഡിയയിൽ തരംഗമായ നിഷാദ് സുൽത്താനും കുടുംബവും അവതരിപ്പിച്ച തകർപ്പൻ ഗാനങ്ങളും ഏറെ ആവേശത്തോടെയാണ് കാണികൾ സ്വീകരിച്ചത്. പരിപാടിയുടെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം സൗദി പൗരപ്രമുഖൻ ഷെയ്ഖ് മുഹമ്മദ് സൗദ് അൽ മുബാറക് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷാജി മഠത്തിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ
മാധ്യമപ്രവർത്തകൻ GMF GCC മീഡിയ കോർഡിനേറ്റർ ജയൻ കൊടുങ്ങല്ലൂർ ആമുഖ പ്രഭാഷണം നടത്തി. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രചാരണത്തിൻ്റെ ഭാഗമായി ആമുഖ പ്രഭാഷകൻ ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞാവാചകം സദസ്സ് ഏറ്റുചൊല്ലി. GMF ചെയർമാൻ റാഫി പാങ്ങോട്, നാഷണൽ പ്രസിഡന്റ് അബ്ദുൽ അസീസ് പവിത്ര, ഷാജഹാൻ ഷാ, ഖത്തർ GMF സെക്രട്ടറി മുസ്തഫ, ഷിഹാബ് കൊട്ടുകാട്, ഡോക്ടർ KR ജയചന്ദ്രൻ, ജോസഫ് അതിരുങ്കൽ, സലീം ആർത്തിയിൽ, മാധ്യമപ്രവർത്തകനായ ഷംനാഥ് കരുനാഗപ്പള്ളി, NRK കൺവീനർ സുരേന്ദ്ര കൂട്ടായി, വിവിധ സംഘടനാ നേതാക്കളായ സലീം കളക്കര, മുജീബ് ഉപ്പട, സെബിൻ ഇക്ബാൽ, സുധീർ കുമ്മിൽ, വിനോദ് ഉൾപ്പെടെ നിരവധി പേർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പുരസ്കാര ജേതാവുമായ മുഹമ്മദ് റാഫിയെ ചടങ്ങിൽ ആദരിച്ചു. മുഹമ്മദ് റാഫിക്കുള്ള ഉപഹാരം ചെയർമാൻ റാഫി പാങ്ങോട് സമർപ്പിച്ചു. എൻ്റെ കുറ്റാന്വേഷണ യാത്രകൾ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മവും ചടങ്ങിൽ നടന്നു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന GMF ഭാരവാഹി നൂറുദ്ദീന് പരിപാടിയിൽ യാത്രയയപ്പ് നൽകി. ടോം C. മാത്യു സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ ഹരികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. മുന്ന അയ്യൂബ്, നൗഫൽ വടകര, സുധീർ കുഞ്ഞു മുഹമ്മദ്, നവാസ് കണ്ണൂർ, അക്കിനാസ് കരുനാഗപ്പള്ളി, നൂറുദ്ദീൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 24 റിയാദ്. വെറും 2 മണിക്കൂർ കൊണ്ട് ദുബായിൽ നിന്ന് ഇന്ത്യയിലെത്തിയാലോ? അത്തരം ഒരു ആശയം അവതരിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് UAE ഒരു കമ്പനി. UAE നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡാണ് പദ്ധതിയുമായി രംഗത്തെത്തിയത്. കടലിനടിയിലൂടെ അതിവേഗം ട്രെയിനിൽ ഇന്ത്യയിലെത്താനാകുന്ന ആശയമാണ് UAE നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡ് അവതരിപ്പിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 1000 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനിൽ കടലിലെ മനോഹര കാഴ്ചകൾ ആസ്വദിച്ച് യാത്ര ചെയ്യാനാകും. പദ്ധതി യാഥാർത്ഥ്യമായാൽ കേവലം 2 മണിക്കൂർ കൊണ്ട് ഇന്ത്യയിലെത്താം. ഒരേ സമയം യാത്രയ്ക്കും ചരക്ക് നീക്കത്തിനും ട്രെയിൻ ഉപയോഗിക്കാനാകുമെന്നും അത് ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുമെന്നും നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡിലെ ചീഫ് കൺസൾട്ടന്റ് അബ്ദുൽ അൽ ഷഹി വ്യക്തമാക്കി. 2018 കമ്പനി ആദ്യമായി ഇത്തരമൊരു ആശയം അവതരിപ്പിച്ചത്. പദ്ധതിയുടെ പഠനം അവസാന ഘട്ടത്തിലാണെന്നും ഇരു രാജ്യങ്ങളിലെയും സർക്കാരുകളിലേക്ക് പദ്ധതി വിവരങ്ങൾ ഉടൻ സമർപ്പിക്കുമെന്നും അനുമതി ലഭിച്ചാൽ 2030 പദ്ധതി യാഥാർത്ഥ്യമായേക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. GCC കപ്പ് 2025 തീയതി പ്രഖ്യാപനം ദുബായിൽ നടന്നു. ഈ മാസം 10 മുതൽ 13 വരെ ദുബായ് പോലീസ് ക്ലബ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ വിവിധ GCC രാജ്യങ്ങളിലെ ഇന്ത്യൻ ക്ലബ്ബുകൾക്ക് പുറമെ യൂറോപ്പിലെ മാൾട്ടയിൽ നിന്നുള്ള ടീമും പങ്കെടുക്കും. പവർ ഗ്രൂപ്പ് UAEയുടെ നേതൃത്വത്തിലാണ് GCCയിലെ വിവിധ ഇന്ത്യൻ ക്ലബ്ബുകളെ പങ്കെടുപ്പിച്ചുള്ള GCC കപ്പ് 2025 സംഘടിപ്പിക്കുന്നത്. ഈ മാസം 10 മുതൽ 13 വരെയുള്ള തീയതികളിലായി ദുബായ് പോലീസ് ക്ലബ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ അരങ്ങേറുക. ദുബായ് പോലീസിന്റെ പോസിറ്റീവ് സ്പിരിറ്റുമായി സഹകരിച്ച് സേ നോ ടു ഡ്രഗ്സ് യെസ് ടു ഗെയിംസ് എന്ന മുദ്രാവാക്യമുയർത്തി മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണ ലക്ഷ്യം വെച്ചാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ടൂർണമെന്റിൽ സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങളിലെ ഇന്ത്യൻ ക്ലബ്ബുകൾക്ക് പുറമെ യൂറോപ്പിലെ മോൾട്ടയിൽ നിന്നുള്ള ടീമും പങ്കെടുക്കും. മത്സരത്തിന് ടീം മാനേജർമാരുടെയും സംഘാടകരുടെയും യോഗം ദുബായിൽ നടന്നു. യോഗത്തിൽ ബ്ലൂ ആരോസ് മാനേജിംഗ് ഡയറക്ടർ രാജേഷ് മേനോൻ ടൂർണമെന്റ് വീഡിയോ ലോഞ്ചിംഗ് നിർവഹിച്ചു. ടൂർണമെന്റ് കോർഡിനേറ്റർ ഷബീർ മണ്ണാറിൽ GCC കപ്പിന്റെ വിശദീകരണം നടത്തി. ഷബീർ കേച്ചേരി കളി നിയമങ്ങൾ വിശദീകരിച്ചു. 24 ദുബായ്. സൗദിയിലെ നെജ്റാനിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച മലയാളിയുടെ മൃതദേഹം ഖബറടക്കി. കാസർഗോഡ് നീലേശ്വരം കോട്ടപ്പുറം സ്വദേശി നൂറുദ്ദീൻ പഴയ പാട്ടിലത്താണ് മരിച്ചത്. ആമിനയാണ് ഭാര്യ. വർഷങ്ങളായി റെസ്റ്റോറന്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു. നെജ്റാൻ കിങ്സ് ഖാലിദ് ആശുപത്രി മോർച്ചയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം നിയമ നടപടികൾ പൂർത്തിയാക്കി. ഇന്ന് നെജ്റാൻ ഫൈസലിയ ഖബർസ്ഥാനിലാണ് ഖബറടക്കിയത്. നെജ്റാനിലെ പ്രതിഭാ പ്രവർത്തകനും ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് വെൽഫെയർ മെമ്പർ കൂടിയായ അനിൽ രാമചന്ദ്രനും റെസ്റ്റോറന്റ് മാനേജ്മെന്റും ചേർന്നാണ് നടപടികൾ പൂർത്തിയാക്കിയത്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത് SFIO കുറ്റപത്രം സമർപ്പിച്ചു. സേവനം നൽകാതെ 2,70,00,000 രൂപ വീണ വിജയൻ കൈപ്പറ്റിയെന്ന് SFIO കണ്ടെത്തി. 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം. വീണയെയും ശശിധരൻ കർത്തയെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെയും CMRL MD ശശിധരൻ കർത്തയെയും പ്രതി ചേർത്താണ് SFIO കുറ്റപത്രം. സേവനമൊന്നും നൽകാതെ വീണ വിജയൻ 2,70,00,000 രൂപ കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ. കേസിൽ വീണ വിജയൻ, ശശിധരൻ കർത്ത എന്നിവർക്ക് പുറമെ CMRL CGM ഫിനാൻസ് P സുരേഷ് കുമാറിനെതിരെയും കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം പ്രോസിക്യൂഷൻ അനുമതി നൽകി. കമ്പനി കാര്യചട്ടം 447 വകുപ്പ് ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 6 മാസം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണിത്. ഒപ്പം വെട്ടിപ്പ് നടത്തിയ തുകയോ അതിന്റെ 3 ഇരട്ടിയോ പിഴയായും ചുമത്താം. ഇനിയുള്ള നടപടികൾ കൊച്ചിയിലെ പ്രത്യേക കോടതി വഴിയാവും നടക്കുക. പ്രതികൾക്കാദ്യം സമൻസ് അയക്കും, പിന്നാലെ വിചാരണ ആരംഭിക്കും. ഈ കേസിനു പുറമെ CMRLൽ 182 കോടി രൂപയുടെ വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും SFIO കണ്ടെത്തിയിട്ടുണ്ട്. നിപുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്,
സസ്റ്റ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികൾ വഴി വെട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. ഈ 2 കമ്പനികളുടെയും ഡയറക്ടർമാർ ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങളാണ്. 2024 ജനുവരിയിൽ തുടങ്ങിയ അന്വേഷണത്തിലാണ് 14 മാസങ്ങൾക്കു ശേഷം കുറ്റപത്രം സമർപ്പിച്ചത്. 24 തിരുവനന്തപുരം. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് പ്രതി ചേർത്ത് SFI കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തി. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് KPC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ രാജി വൈകരുതെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം. ഒന്ന്, പിണറായി വിജയന്റെ സർക്കാർ ഭരിക്കുമ്പോൾ അത് അന്വേഷിക്കാനോ അല്ലെങ്കിൽ കേസെടുക്കാനൊന്നും അവർ മെനക്കെട്ടിട്ടില്ല. ഇപ്പോഴും എടുക്കാൻ പോകുന്ന കേസിന്റെ ഭാവി എന്ത് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഈ അഴിമതിക്കെതിരെയുള്ള നടപടി സ്വീകരിക്കണം. സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങളൊക്കെ പ്രക്ഷോഭ രംഗത്തേക്ക് ഞങ്ങൾ ഇറങ്ങും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അന്തസ്സോ അഭിമാനമോ മാനമോ ഉണ്ടെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം. പിണറായി വിജയൻ ഇന്ന് രാജിവെക്കണം. ഇതിൽ ഒറ്റ ഡിലേ ഉണ്ടാവാൻ പാടില്ല. ഇതിൽ ഒരു നല്ല ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു പാർട്ടീൻ്റെ ഒരു ഡിസിഷനാണ് പിണറായി വിജയൻ ഇന്ന് രാജിവെക്കണം. ഇത് അഴിമതി, ഭയങ്കര ഒരു സീരിയസ് അഴിമതിൻ്റെ കേസാണ്. അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ആവുന്നവരെ പിണറായി വിജയൻ രാജിവെക്കണം എന്നാണ് ഞാൻ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായതോടെ മുഖ്യമന്ത്രിയും പ്രതിപ്പട്ടികയിൽ വന്നെന്ന് പരാതിക്കാരനായ ഷോൺ ജോർജ് പറഞ്ഞു. അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കേരള സംസ്ഥാനത്ത് നിന്ന് കോടികൾ ഒഴുകിയിട്ടുണ്ട്. കേരളം കണ്ടതിലെ ഏറ്റവും തട്ടിപ്പുകാരനായ, അഴിമതിക്കാരനായ രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ എന്ന് ഈ അന്വേഷണത്തിലൂടെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടാൻ പോവുകയാണ്. ധാർമ്മികതയുണ്ടെങ്കിൽ ഈ കേസിൽ അദ്ദേഹത്തിന് രാജിവെക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഒരു നിമിഷം പോലും തൽസ്ഥാനത്ത് തുടരാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അർഹതയില്ല. എറണാകുളം ജില്ലാ കോടതി 1 മാസപ്പടി കേസിലെ കുറ്റപത്രം ഇന്ന് ഉച്ചയോടെ SFI സമർപ്പിച്ചു. കേസിൽ പ്രതികൾക്ക് ഉടൻ സമൻസ് അയക്കും. അതിനിടെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട കോൺഗ്രസും BJPയും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. മാസപ്പടി കേസ് KSI കൈകാര്യം ചെയ്യുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടിക്ക് അതിനകത്തൊരു പ്രശ്നവുമില്ല. ഇത് പാർട്ടിക്കെതിരായി ഉപയോഗിക്കുമ്പോഴാണ് രാഷ്ട്രീയമായി നേരിടുമെന്ന് പറഞ്ഞതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതൊക്കെ മുമ്പേ പറഞ്ഞ രാഷ്ട്രീയ കാര്യങ്ങളാണ്. അത് സംബന്ധിച്ചെല്ലാം വിശദാംശങ്ങൾ തരട്ടെ, എന്നിട്ട് പ്രതികരിക്കാം. പാർട്ടി ഇതിനകത്തൊരു പ്രശ്നമില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കേസായിട്ട് കൈകാര്യം ചെയ്യുന്നതല്ലാണ്ട് നമുക്കെന്തായാലും പാർട്ടിക്ക് അതിനെ പാർട്ടിക്കെതിരായിട്ട് മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് രാഷ്ട്രീയമായിട്ട് നേരിടും നിങ്ങൾ പറഞ്ഞത്. അത് ഇനിയും നേരിടും, അത്രയേ ഉള്ളൂ. പാർട്ടിയെ ആക്രമിക്കാനാണ് ഈ നടപടിക്ക് BJP ഇത്രയും കാലം കാത്തുനിന്നതെന്നും രാഷ്ട്രീയമായി നേരിടുമെന്നും പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പ്രതികരിച്ചു. ഓരോ കേസിനെയും അതിൻ്റെ സാഹചര്യത്തിലാണ് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ ഗവൺമെന്റിനെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും CPIMനെയും ആക്രമിക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് CPMനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPIMന്റെ ഏറ്റവും സമുന്നതനായ നേതാവിനുമെതിരായിട്ടുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമാണിത് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അത് പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. CPIMനെ എതിർക്കാൻ UDFനും BJPക്കും മറ്റായുധങ്ങളില്ലാത്തതിനാലാണ് ഈ കേസ് കൊണ്ടുവരുന്നതെന്ന് A വിജയരാഘവനും പ്രതികരിച്ചു. കേരളത്തിലെ ഇടതുപക്ഷത്തെ നേരിടാൻ നമ്മുടെ UDFന്റെ കയ്യിലോ BJPയുടെ കയ്യിലോ ഒരു രാഷ്ട്രീയ ആയുധമില്ല. ഒറ്റ രാഷ്ട്രീയ ആയുധേ ഉള്ളൂ. അത് കളവുകൾ പ്രചരിപ്പിക്കുക, അതിൻ്റെ നേതൃത്വത്തെ, പ്രത്യേകിച്ച് സഖാവ് പിണറായി വിജയനെ അപകീർത്തിപ്പെടുത്തുക, അതിന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ കൂടി അപകീർത്തിപ്പെടുത്തുക. അതൊരു രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമായി CPMനെ നേരിട്ട് തോൽപ്പിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയാതെ വരുമ്പോൾ അവരുപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ പൊതുരീതിയാണ് നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെ മുന്നിൽ ഞങ്ങളാരും ഈ പാർട്ടിയും തോറ്റുമുടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാകാതെ 3ാം ചർച്ചയും പിരിഞ്ഞു. ഓണറേറിയം ഉടൻ വർദ്ധിപ്പിക്കാനാവില്ലെന്ന നിലപാട് ഇന്നത്തെ ചർച്ചയിലും ആരോഗ്യമന്ത്രി ആവർത്തിച്ചു.
പ്രശ്നങ്ങൾ പഠിക്കാൻ സമിതിയെ നിയോഗിക്കാമെന്ന നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. 3000 രൂപയെങ്കിലും കൂട്ടണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം. ചർച്ച നാളെയും തുടർന്നേക്കും. 3 മണിക്കൂർ നീണ്ട ചർച്ച, പക്ഷേ ഫലം കണ്ടില്ല. ആശമാരുടെ ഓണററിയം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ സമിതിയെ നിയോഗിക്കാമെന്ന് സർക്കാർ. ആരോഗ്യവകുപ്പിലെയും ധനവകുപ്പിലെയും തൊഴിൽ വകുപ്പിലെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി സമിതി എന്ന നിർദ്ദേശം സമരസമിതി തള്ളി. ആദ്യം ഓണററിയം കൂട്ടണം, പിന്നീട് മതി സമിതിയെന്ന് സമരക്കാർ നിലപാടെടുത്തു. ഓണററിയവും വിരമിക്കൽ ആനുകൂല്യവും എന്ന 2 ഭാഗം മാറ്റിവെച്ചുകൊണ്ട് മറ്റ് ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ, ധാരാളം പ്രശ്നങ്ങളുണ്ട്, ആ വിഷയങ്ങളിൽ നമുക്ക് കമ്മിറ്റിയാകാം. ഇത് രണ്ടും അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ 21,000 എന്ന് പറഞ്ഞെടുത്തുന്ന നിലവിലുള്ള 7,000, അതോടൊപ്പം ഒരു 3,000 രൂപ വരെ ചോദിച്ചിട്ട് പോലും അതിന് പോലും മറുപടിയില്ല. 3 മാസത്തിനുള്ളിൽ സമിതി റിപ്പോർട്ട് ലഭ്യമാക്കി ശുപാർശകൾ നടപ്പാക്കാമെന്ന് മന്ത്രി യോഗത്തിൽ പറഞ്ഞു. സർക്കാരിൻ്റെ സമീപനം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്കത് ഈ കമ്മിറ്റി ഒന്ന് അത് പരിശോധിക്കട്ടെ. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചയാണ്, വളരെ ക്രിയാത്മകമായ ചർച്ചയാണ് നടന്നത്. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അഭ്യർത്ഥിച്ചത് ഇതിൽ നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാകണമല്ലോ. ആ സൊല്യൂഷനാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. INTUC, CITU പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ സർക്കാരിന്റെ നിർദ്ദേശങ്ങളെ പിന്തുണച്ചു. ആശാവഹമായ പുരോഗതിയാണ് ചർച്ചയിലുണ്ടായിട്ടുള്ളത്. അടുത്തു തന്നെ വേണ്ടി വന്നാൽ അവർക്ക് കൂടിയാലോചിക്കണം എന്നുള്ളതൊരു ന്യായമായ ആവശ്യമാണ്. തത്വത്തിൽ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളിലും ഏതാണ്ട് 1-2 വിഷയങ്ങൾ ഒഴികെ എല്ലാ കാര്യങ്ങളിലും പൊതുവെ ധാരണയായിട്ടുണ്ട്. നാളെയും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആരോഗ്യമന്ത്രി യോഗത്തിൽ അറിയിച്ചു. 24 തിരുവനന്തപുരം. ആശാ വർക്കേഴ്സുമായുള്ള ആരോഗ്യമന്ത്രിയുടെ ചർച്ചയിൽ തീരുമാനമാകാത്തതോടെ സമരക്കാരുടെ അപ്രതീക്ഷിത നീക്കം. സെക്രട്ടേറിയറ്റ് മുന്നിലെ 2 റോഡുകളും പൂർണ്ണമായും തടഞ്ഞായിരുന്നു സമരക്കാരുടെ പ്രതിഷേധം. 2 മണിക്കൂറോളമാണ് റോഡിന് നടുവിൽ കിടന്ന ആശാ വർക്കേഴ്സ് പ്രതിഷേധിച്ചത്. ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ സമര നേതാക്കൾ സമരപന്തലിലെത്തി. ചർച്ച പരാജയമെന്ന് അറിയിച്ചു. ഈ 53 ദിവസം സമരം ചെയ്തിട്ട് നമ്മുടെ മിനിസ്റ്റർ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഈ കമ്മീഷന്റെ ഒരു പ്രപ്പോസൽ മാത്രമാണ്. എല്ലാവരുടെയും അഭിപ്രായം ചോദിച്ചിട്ട് ഞങ്ങൾ വീണ്ടും വരാം, ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞു പോകുന്നത്. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട മുദ്രാവാക്യം. പിന്നാലെ സമരക്കാർ കൂട്ടമായി റോഡിന് നടുവിലേക്ക്. റോഡിൽ കിടന്നുള്ള പ്രതിഷേധത്തിൽ നഗരത്തിൽ വൻ ഗതാഗത കുരുക്ക്. അപ്രതീക്ഷിത നീക്കത്തെ പ്രതിരോധിക്കാൻ പോലീസിനുമായില്ല. നിരാഹാരം തുടരുന്ന 3 ആശാ വർക്കേഴ്സും റോഡ് ഉപരോധിക്കാനെത്തി. വൈകാരികമായിരുന്നു പ്രതികരണങ്ങൾ. ഞങ്ങൾ എന്തെന്ന് പറ്റിക്കുന്ന ഞങ്ങൾ ഈ സമരം ഒരു കാരണവശാലും ഞങ്ങൾ പിന്മാറുകയില്ല, മുന്നോട്ട് തന്നെ ശക്തമായി ഈ കാണുന്നതിന് അപ്പുറം ശക്തമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. കമ്മീഷൻ വേണ്ട ഞങ്ങൾക്ക്. ഞങ്ങൾ ജോലി ചെയ്യുന്നതിന്റെ കൂലിയാ ചോദിക്കുന്നത്. ഞങ്ങൾ ആരെ പിടിച്ചു പറിക്കാനോ മോഷ്ടിക്കാനോ പോയിട്ടല്ല ഞങ്ങൾ ഇവിടെ സമരത്തിന് വന്നത്. 1.5 മണിക്കൂറിന് ശേഷമാണ് സമരക്കാർ റോഡിൽ നിന്ന് മാറാൻ തയ്യാറായത്. ആരോഗ്യമന്ത്രി നാളെ ചർച്ചയ്ക്ക് വിളിച്ചാലും പോകുമെന്നതാണ് സമര നേതാക്കളുടെ നിലപാട്. എന്നാൽ ഓണറേറിയം വർധനവില്ലാതെ പ്രശ്നങ്ങൾ പഠിക്കാനുള്ള കമ്മീഷനെ നിയോഗിക്കാനുള്ള തീരുമാനം മാത്രമെങ്കിൽ സമരം അവസാനിപ്പിക്കാൻ ആശാ വർക്കേഴ്സ് തയ്യാറാവില്ല. 24 തിരുവനന്തപുരം. വിവാദങ്ങളും പ്രതിഷേധങ്ങളും തുടരുന്നതിനിടെ വഖഫ് നിയമ ഭേദഗതി ബിൽ രാജ്യസഭയിൽ ചർച്ച തുടരുന്നു. മുനമ്പം വിഷയം ഉൾപ്പെടെ സൂചിപ്പിച്ചായിരുന്നു ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രസംഗം. ചർച്ചകൾക്ക് ശേഷം ബില്ല് പാസാക്കുന്നതോടെ ഇനി നിയമമാകാൻ രാഷ്ട്രപതിയുടെ ഒപ്പ് മാത്രം മതി. പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനിടയിലാണ് പുലർച്ചെ വഖഫ് നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസ്സായത്. പരിഷ്കരിച്ച നിയമ ഭേദഗതി ബിൽ രാജ്യസഭ കടക്കുമെന്നും ഉറപ്പാണ്. ഇത്രയേറെ വിശദമായ ചർച്ചകൾ നടന്ന മറ്റൊരു ബില്ലുമില്ലെന്ന് ബില്ല് അവതരിപ്പിച്ച ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. മുനമ്പം വിഷയം ഇന്നും മന്ത്രി പരാമർശിച്ചു. जमीन जो केरला में मुनम्बम केस के नाम से अभी सब लोग ने पढ़ चुका होगा, उसको वहां वक्फ बोर्ड ने क्लेम कर दिया और वो कहीं भी नहीं जा पाया. ബിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതും ഭരണഘടനാ വിരുദ്ധമെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ബില്ലിനെതിരെ പ്രതിഷേധമുയർത്തി കറുത്ത വസ്ത്രമണിഞ്ഞാണ് കേരളത്തിൽ നിന്നുള്ള ഇടതംഗങ്ങൾ സഭയിലെത്തിയത്. മുനമ്പത്ത് ഒരാൾക്ക് പോലും വീട് നഷ്ടമാകില്ലെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ്. സർ, ഒരു കാര്യം ഞാൻ പറയാം, മുനമ്പത്തെ ആൾക്കാർക്ക് ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെട്ടില്ല. ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ്, അത് ഞങ്ങളുടെ വാഗ്ദാനമാണ്.
ഇതിന് മറുപടിയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തി. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത്, മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട്, ഇനിയും പൊള്ളും. അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും. ബിൽ രാജ്യസഭയും കടക്കുന്നതോടെ നിയമമാകാൻ ഇനി രാഷ്ട്രപതിയുടെ ഒപ്പുമതി. എന്നാൽ ബിൽ പാസ്സായാൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ നിലപാട്. അതിനാൽ വഖഫ് നിയമ ഭേദഗതി ബിൽ പാസ്സായാലും നിയമ പോരാട്ടങ്ങൾ തുടരും. 24 ഡൽഹി. ജനാധിപത്യ വിരുദ്ധമായി എന്തുണ്ടായാലും അതിനെ എതിർക്കണമെന്ന് ജോസ് കെ മാണി MP. അമുസ്ലിം അംഗങ്ങളെ വഖഫ് ബോർഡിലും വഖഫ് കൗൺസിലുകളിലും ഉൾപ്പെടുത്തുന്നതിനെ ശക്തമായി എതിർക്കുന്നു. ഇസ്ലാം മതത്തിന്റെ ഭാഗമായി വഖഫ് ബോർഡിൽ മുസ്ലിങ്ങൾ തന്നെയാണ് ഉണ്ടാകേണ്ടത്. വഖഫ് ബോർഡിന്റെ തീരുമാനത്തെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ അനുവദിക്കുന്ന വ്യവസ്ഥയിലെ ഒരു നല്ല വശം കേരള കോൺഗ്രസ് എം അംഗീകരിക്കുന്നു. നിലവിലെ വഖഫ് ബിൽ മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ പര്യാപ്തമല്ലെന്നും ജോസ് കെ മാണി രാജ്യസഭയിൽ പറഞ്ഞു. I oppose this bill and the overall intention of the government to interfere the religious affairs of the minorities. My party, Kerala Congress M, acknowledges a positive aspect, the provision allowing Waqf Board decision to be challenged in the court of law. Waqf Board established under Islamic law should remain under the management of Muslim community. Its solidarity with the people of Munambam. I stand firmly with the religious leaders and bishops in opposing the unjust provisions in the original act. രാജ്യസഭയിൽ എമ്പുരാന്റെ പേരിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MPയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും തമ്മിൽ മലയാളത്തിൽ വാക്പോര്. എമ്പുരാൻ സിനിമയിലെ മുന്ന എന്ന കഥാപാത്രത്തെ സഭയിൽ കാണാമെന്നും നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ കേരളത്തിൽ തുറന്ന അക്കൗണ്ട് പൂട്ടിക്കുമെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. TP51 ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് സിനിമകൾ പരാമർശിച്ചായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മറുപടി. എമ്പുരാൻ സെൻസർ ചെയ്യാനുള്ള തീരുമാനം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടേതായിരുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തരംതാണ രാഷ്ട്രീയം പറയാനുള്ള ഇടമല്ല പാർലമെന്റ് എന്ന CPI അംഗം P സന്തോഷ് കുമാറും പ്രതികരിച്ചു. വഖഫ് ബിൽ ചർച്ചയ്ക്കിടെ രാജ്യസഭയിലുണ്ടായ വാക്പോരിലേക്ക്. എമ്പുരാൻ സിനിമയിലെ കഥാപാത്രമുണ്ട്, ആരാധനയോ സർ, മുന്ന. ആ മുന്നയെ ഇവിടെ കാണാം. ഈ BJP ബെഞ്ചുകളിൽ ഒരു മുന്നയെ കാണാം. ഈ മുന്നയെ തിരിച്ചറിയും, മലയാളി തിരിച്ചറിയും, കേരളം തിരിച്ചറിയും സർ. അതാണ് കേരളത്തിന്റെ ചരിത്രം. നിങ്ങളുടെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി നിർത്തി. ഒരാളെ ജയിച്ചിട്ടുണ്ട്, ഞങ്ങൾ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. ഒരു തെറ്റ് പറ്റി മലയാളിക്ക്, ആ തെറ്റ് ഞങ്ങൾ തിരുത്തും വൈകാതെ. He was talking about Empuran, a cinema which was yesterday. Does he dare to have a re-release of 51 cuts? TP Chandrasekharan. Left, right, left. 2 films. They should have the guts to let these 2 films be screened again. Permitted to be screened. Then they can start yelling for Empuran. ചെങ്കടലായി മധുര. BJPയെയും RSSനെയും പരാജയപ്പെടുത്താൻ വിശാല സഖ്യം അനിവാര്യമെന്ന് CPIM. BJPയെ താഴെയിറക്കുന്നതിന് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ എന്തു വിട്ടുവീഴ്ചയ്ക്കും CPIM തയ്യാറെന്ന പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കരട് പറഞ്ഞു. മെയ് 20 പൊതുപണിമുടക്കിനെ പിന്തുണയ്ക്കുന്നതും സംഘപരിവാറിന്റെ വർഗീയാക്രമണങ്ങളെ ചെറുക്കാൻ ആഹ്വാനം ചെയ്തതുമായ പ്രമേയങ്ങൾ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചു. മതേതര ജനാധിപത്യ പാർട്ടികളെ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞതാണ് ഒരു പരിധിവരെയെങ്കിലും BJPയെ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുന്നതിൽ നിന്നും തടഞ്ഞതെന്ന് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയം വിലയിരുത്തുന്നു. BJPയെയും RSSനെയും പരാജയപ്പെടുത്താൻ വിശാലമായ ശക്തമായ പ്ലാറ്റ്ഫോം വേണം എന്നാണ് CPIMന്റെ നിലപാടെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. The understanding of the BJP and RSS concerned, there is absolutely no issue here. We are all strongly united on the fight against the BJP and the RSS. There are no ifs and buts on this. പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കുക എന്നാൽ കർക്കശമായി നിൽക്കുക എന്നല്ല, സാഹചര്യങ്ങൾക്കനുസരിച്ച് അയവ് വരുത്തുന്നതും കൂടിയാണ്. എന്നാൽ ചില അടിസ്ഥാന വിഷയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലെന്നും ബൃന്ദ കാരാട്ട്. 2025 മെയ് 20 തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച രാജ്യവ്യാപക പൊതുപണിമുടക്കിനെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രമേയം കേന്ദ്ര കമ്മിറ്റി അംഗം K ഹേമലതയും RSS, BJP, സംഘപരിവാർ എന്നിവയുടെ പൈശാചിക വർഗീയ ആക്രമണങ്ങളെ ചെറുക്കാൻ ആഹ്വാനം ചെയ്തുള്ള പ്രമേയം കേന്ദ്ര കമ്മിറ്റി അംഗം P രാജീവും അവതരിപ്പിച്ചു. 2 പ്രമേയങ്ങളും പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചു. പാർട്ടിയുടെ സ്വതന്ത്ര ശക്തിയും ഇടതുപക്ഷത്തിന്റെ കരുത്തും വർദ്ധിപ്പിക്കണമെന്നും
മതേതര ജനാധിപത്യ ഐക്യം കെട്ടിപ്പടുക്കണം എന്നുമുള്ള രാഷ്ട്രീയ പ്രമേയത്തിന്റെ ഭാഗത്തെ ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിഭാഗം അംഗങ്ങളും പിന്തുണച്ചാണ് സംസാരിച്ചത്. മറ്റു വിഷയങ്ങളിലാണ് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അംഗങ്ങൾ ചർച്ചയിൽ രേഖപ്പെടുത്തുന്നത്. പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും ഷൈജു ചാവശ്ശേരിക്കൊപ്പം ബൽറാം നെടുങ്ങാടി, 24.